Hello everyone. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രോബബിലിറ്റി എന്താണെന്നും സാമ്പിൾ സ്പേസ് എന്താണെന്നും നമ്പർ ഓഫ് ഇവൻറ്റ്സ് നമുക്ക് എത്ര ഇവൻറ്റ്സ് നമുക്ക് ഡെഡ്യൂസ് ചെയ്തെടുക്കാമെന്നും ഒക്കെ ഉള്ള ഫോർമുലയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ രണ്ട് റാൻഡം എക്സ്പീരിയൻസും ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് കോയിൻ ടോസ് എക്സ്പീരിയൻറ്റും നമ്മുടെ ഡൈസ് റോൾ ചെയ്യുന്ന എക്സ്പീരിയൻറ്റും. ലാസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് കണ്ടിന്യൂ ചെയ്താൽ നമ്മൾ ഒരു അതായത് നമ്മുടെ ഡൈസ് റോൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് എടുക്കുക. ഡൈസ് റോൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1 2 3 4 5 6 ഇതാണ് നമ്മൾ ഡൈസ് റോൾ ചെയ്യുന്ന റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എത്ര ഔട്ട്കംസ് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് നമുക്ക് ഡെഡ്യൂസ് ചെയ്തെടുക്കാം. അതായത് സാമ്പിൾ സ്പേസിൻ്റെ സബ്സ്പേസുകളെയാണ്, സബ്സെറ്റുകളെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇവൻറ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്പർ ഓഫ് ഇവൻറ്റ് ഓഫ് ഗെറ്റിംഗ് ഈവൻ നമ്പർ. അപ്പോൾ ഈവൻ നമ്പർ ഗെറ്റ് ചെയ്യുന്ന 2 4 6 ആണ് നമ്മുടെ ഈവൻ നമ്പർ. അതേപോലെ ഇവൻറ്റ് ഓഫ് ഗെറ്റിംഗ് ഓഡ് നമ്പർ ആണെങ്കിലോ 1 3 5. പ്രൈം നമ്പർ ആണെങ്കിലോ 1 3 5 തന്നെയാണ്. അതേപോലെ നമുക്ക് ഒരുപാട് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ നമ്പർ ലെസ് ദാൻ 7 ഇവൻറ്റ് ഓഫ് ലെസ് ദാൻ 7 എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 നമ്മൾ ഹോൾ സാമ്പിൾ സ്പേസ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇവൻ്റ് ആയിട്ട് കിട്ടി. അതേപോലെ നമ്മൾ നള്ളിറ്റിക്ക് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവൻറ്റ് ഓഫ് നമ്മൾ ഡൈസ് റോൾ ചെയ്യുമ്പോൾ ഇവൻറ്റ് ഓഫ് ഗെറ്റിംഗ് രജനീകാന്ത്. അതെന്താണ്, നള്ളിറ്റിയാണ്. അപ്പോൾ നള്ളിറ്റിയും ഒരു ഇവൻ്റാണ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഫോർമുല ഡിസ്കസ് ചെയ്ത് ഇതേപോലെ നമുക്ക് ഒരു സാമ്പിൾ സ്പേസിൽ നിന്ന് എത്ര ഇവൻറ്റ്സ് നമുക്ക് ഡെഡ്യൂസ് ചെയ്തെടുക്കാമെന്നുള്ള ഫോർമുല നമ്മൾ കണ്ടതാണ്. അതായത് 2 power n ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻ സാമ്പിൾ സ്പേസ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രോബബിലിറ്റിയുടെ ഒരു ബേസിക് ഫോർമുലയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതായത് നമുക്കിപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ഉണ്ട്. റാൻഡം എക്സ്പെരിമെൻ്റാണ് ഞാൻ R എന്ന് എഴുതുന്നത്. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റിൽ നമുക്ക് എ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് സംഭവിക്കുമെന്ന് വിചാരിക്കാം. ആ ഒരു സാമ്പിൾ സ്പേസിൽ നിന്ന് എ എന്ന് പറയുന്ന ഇവൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിൻ്റെ പ്രോബിലിറ്റിനാണല്ലോ നമ്മൾ ചാൻസ് എന്ന് പറയുന്നത്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇവൻറ്റ് എ നമ്മളിങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈക്വൽ ടു ഫേവറബിൾ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് എ. അതായത് എ ഉണ്ടാവാനുള്ള ഔട്ട്കംസ് എത്രയാണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റിയുടെ ബേസിക് ഫോർമുല. കുറച്ച് പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാം പ്രോബബിലിറ്റി കുറച്ച്. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് ആക്സിയംസ് ആണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. അതായത് ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, 0ക്കും 1നും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നത്. നിങ്ങൾക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറയുന്ന വാല്യൂ പെർസെൻറ്റേജുമായിട്ട് ഒരുപാട് റിലേഷൻ ഉള്ളതുകൊണ്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ വാല്യൂ 0 to 100 ആണെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ വാല്യൂ 0 to 1 ആണ്. അതിൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റി സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1 ആണ്. അതായത് ആ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ അതിനകത്തുള്ള സാമ്പിൾ സ്പേസിനകത്തുള്ള ഒരു എലമെൻറ്റ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്, എന്തായാലും 1 ആയിരിക്കും. അതായത് ഡൈസ് റോൾ ചെയ്യുമ്പോൾ 1 തൊട്ട് 6 വരെയുള്ള നമ്പർ കിട്ടാനുള്ള ഇവൻ്റ് എത്രയാണ്, പ്രോബബിലിറ്റി എത്രയാണ്, 1 ആണ്. ഒബ്വിയസ്ലി 1 ആണ്. കാരണം നിങ്ങൾക്ക് ഡൈസ് റോൾ ചെയ്താൽ 1 തൊട്ട് 6 വരെയുള്ള നമ്പറേ കിട്ടത്തുള്ളൂ. കോയിൻ ടോസ് ചെയ്താൽ ഒന്നില്ലെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. പിന്നെ ഞാൻ പറഞ്ഞ എഡ്ജ് കേസുകൾ പോലെ നള്ളിറ്റിയും ഇത് നിങ്ങൾക്ക് സാമ്പിൾ സ്പേസിൽ ആഡ് ചെയ്യാം. അത് പക്ഷേ കോമൺ ആണ്, എല്ലാ റാൻഡം എക്സ്പെരിമെൻറ്റിനും കോമൺ ആണ്. പക്ഷേ അത് നമ്മൾ സാമ്പിൾ സ്പേസിൽ ആഡ് ചെയ്യത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എപ്പോഴും 1 ആണ്. റാൻഡം എക്സ്പെരിമെൻറ്റ്സിൻ്റെ ഔട്ട്കംസ് എല്ലാം നമുക്കറിയാം. അതുകൊണ്ടാണ് അവരെ നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഔട്ട്കംസ് അറിയായിരിക്കും, പക്ഷേ
ഏത് ഔട്ട്കം കറക്റ്റായിട്ട് വരുമെന്നുള്ളത് നമുക്ക് സർട്ടനായിട്ട് പറയാൻ പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ അതായത് ഇപ്പോൾ വേറൊരു ഇവൻ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്, എയും ബിയും നമുക്ക് ഇവൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ബിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോബിലിറ്റി ഓഫ് എയും പ്രോബിലിറ്റി ഓഫ് ബിയും, ഓക്കെ, ഇവർ തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിൽ, അതായത് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ ഒരു എ എന്ന് പറയുന്ന ഇവൻ്റ് ഉണ്ടായി, ബി എന്ന് പറയുന്ന ഇവൻ്റ് ഉണ്ടായി. അപ്പോൾ എ ഉണ്ടാവാനും എയും ബിയും തമ്മിൽ കോമൺ ആയിട്ടൊന്നും ഇല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ആണ്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കുറച്ച് പേർക്ക് നിങ്ങൾ സെറ്റ് തിയറി അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഓക്കെ, ഇവിടെ ഇത് തമ്മിൽ ബന്ധമില്ലാത്ത ഇവൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ, അതായത് കോമൺ ആയിട്ടുള്ള ഇവൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ് എന്നും പറയും. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ്. ഓക്കെ, ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കേസുകളിൽ മാത്രം ഇതെന്ത് ചെയ്യും, 0 ആയിട്ട് മാറും, അതായത് കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ അതിന് നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മുടെ ഡൈസ് റോൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, അതിൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈവൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ഡൈസ് റോൾ ചെയ്യുന്നതിൽ 2, 4, 6 ആണ് നമ്മുടെ നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത്. എന്നല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6. പ്രോബിലിറ്റി ഓഫ് ഓഡ് നമ്പർ ആണെങ്കിൽ 1, 3, 5. ഓക്കെ, ഈ രണ്ട് ഇവൻറ്റിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രോബിലിറ്റി എ യൂണിയൻ ബി എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 ആണ്. ഓക്കെ, അതായത് പി ഓഫ് എയും പി പ്ലസ് പി ഓഫ് ബി ആണ്. എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആണ്. അതായത് ബേസിക്കലി 1, 2, 3, 4, 5, 6. ഓക്കെ, ഇതാണ് നിങ്ങളുടെ എന്താണ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. അതായത് ഡിസ്ജോയിൻറ്റ് ഇവൻറ്റുകൾക്ക് മാത്രമേ ഇത് ബാധകമായിട്ടുള്ളൂ. ഓക്കെ, ഡിസ്ജോയിൻറ്റ് ഇവൻറ്റുകൾക്ക് മാത്രമേ ഇത് ബാധകമായിട്ടുള്ളൂ. ഓക്കെ, നിങ്ങളുടെ സെറ്റ് തിയറിയിൽ നിങ്ങളുടെ ഫോർമുല ഇതാണ്. ഓക്കെ, അത് മനസ്സിലാക്കി വയ്ക്കും. നമുക്കൊരു ഡൈസ് റോൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിലേക്ക് തന്നെ തിരിച്ചു പോകാം. അത് വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതായത് ഒരു സിംഗിൾ ഡൈസ് റോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ പ്രോബിലിറ്റി ഓഫ് നോഡ് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഫോർമുലയിലേക്ക് പോവുക. അതായത് പ്രോബിലിറ്റി നമ്മളിപ്പോൾ പഠിച്ച ഫോർമുല, അതായത് എന്താണ്, ഫേവറബിൾ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് എ, അതായത് ഒരു എ എന്ന് പറയുന്ന ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള എത്ര ഔട്ട്കംസ് ഉണ്ട് ഡിവൈഡ് ബൈ നമ്മളെ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങളുടെ സാമ്പിൾ സ്പേസിലുള്ള എത്ര ഐറ്റംസ് ഉണ്ടെന്നുള്ള അതിൻ്റെ കൗണ്ടാണ്. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് ഓഡ് നമ്പർ എന്ന് പറയുന്നത് അതായത് ബേസിക്കലി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ divided by number of elements in എസ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈസ് റോൾ ചെയ്യുന്നതിൻ്റെ സാമ്പിൾ സ്പേസ് ആണ്. ഓക്കെ, ഇതിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ 135 എന്ന് എഴുതിയത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു ഫോർമുലയായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്ത്, അതായത് ഫേവറബിൾ നമ്പർ ഓഫ് ഔട്ട്കം, അതായത് നമ്മൾ എ എന്ന് പറയുന്ന ഇവൻറ്റ് എന്താണ് ഇവിടെ ഓഡ് നമ്പർ കിട്ടുന്നതാണ് നമ്മുടെ ഇവൻറ്റ്. ഓഡ് നമ്പർ കിട്ടുന്ന ഇവൻറ്റ് എന്ന് പറയുന്നത് 1, 3 അല്ലെങ്കിൽ 5 ആണ്. ഇതാണ് നമ്മുടെ ഇവൻറ്റ്. ഇതിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, 3 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അതായത് 3 ഡിവൈഡ് ബൈ നമ്മുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് എത്രയാണ്, സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, 6 ആണ്. ഓക്കെ, അതാണ് 1/2, 0.5 ആണ്. 0.50% ചാൻസ് നമുക്ക് ഒരു ഓഡ് നമ്പർ കിട്ടാനുണ്ട്. അതേപോലെ പ്രോബിലിറ്റി ഓഫ് ഈവൻ നമ്പർ ഗെറ്റ് ചെയ്യാനാണെങ്കിലോ ഈവൻ നമ്പർ ഗെറ്റ് ചെയ്യാൻ സെയിം ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, 2, 4, 6 ഡിവൈഡ് ബൈ സാമ്പിൾ സ്പേസ്. ഞാൻ ഈ മോഡ് വാല്യൂ ഇടുന്നത് ബേസിക്കലി ഇതിൻ്റെ കൗണ്ട് വാല്യൂ എത്രയാണെന്നാണ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ടോട്ടൽ നമ്പറാണ്. അതായത് ഒരു കൗണ്ട് വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ആ കൗണ്ട് വാല്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മോഡ് സിമ്പിൾ ഇട്ടത് കേട്ടോ, നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, അപ്പോൾ 2, 4, 6ൽ 3 ആണ്.
3 ഡിവൈഡ് ബൈ സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻറ്റ് ഉണ്ട്? 3 ഡിവൈഡ് ബൈ 6 0.5. നമുക്ക് സെയിം തന്നെയാണ് 0.5 1/2 തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഓഡ് നമ്പർ കിട്ടാനും ഈവൻ നമ്പർ കിട്ടാനും നമുക്ക് 50% ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ 2 പവർ 6 ആണല്ലോ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഡെഡ്യൂസ്ഡ് ഫ്രം സാമ്പിൾ സ്പേസ്. അതാണല്ലോ നമ്മൾ പഠിച്ച ഫോർമുല. 2 പവർ 6 എന്ന് പറഞ്ഞാൽ 64. അങ്ങനെ നമുക്ക് 64 ഇവൻറ്റ്സ് നമുക്ക് എഴുതാൻ പറ്റും, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള. ഒന്നുകൂടെ എഴുതാൻ വേണ്ടി പ്രോബിലിറ്റി ഓഫ് ഡിവിസിബിൾ ബൈ 3 എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് അതിനുള്ള പ്രോബിലിറ്റി എത്തണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? നമുക്ക് 3ഉം 6ഉം മാത്രമേ ഉള്ളൂ. പിന്നെ സാമ്പിൾ സ്പേസിൽ എത്ര ഉണ്ട്? സാമ്പിൾ സ്പേസിൽ എത്ര ഉണ്ട്? ഒബ്വിയസ്ലി 6 ആണ്. സോ അവിടെ 2 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, 1/3. 33% ചാൻസ് നിങ്ങൾക്കൊരു നമ്പർ, അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് എഴുതാൻ പറ്റും. സോ ഇനി ഞാനൊരു നോട്ട് നിങ്ങൾക്കിത് നിങ്ങളുടെ അക്കാഡമിക് എക്സാംസിനും ഗേറ്റിനും ഒരുപാട് ഉപയോഗം വരുന്നതായിരിക്കും. സോ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്? ഒരു ഡൈസ് റോൾ ചെയ്യുന്നതാണ്. ഈ എക്സാമിനൊക്കെ ചിലപ്പോൾ 2 ഡൈസും 3 ഡൈസും ഒക്കെ തരും. സോ ഗേറ്റിനൊക്കെ കൂടുതലും 2 ഡൈസ് വരെ തരാറുള്ളൂ. അത് തന്നെ ധാരാളമാണ് ഗേറ്റിന് സമയം വിഴുങ്ങാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 ഡൈസ് റോൾ ചെയ്യുമ്പോൾ, അതായത് ഒരു ഡൈസിൽ തന്നെ എത്ര ഔട്ട്കംസ് ഉണ്ട്? സാമ്പിൾ സ്പേസിൽ 6 ഔട്ട്കംസ് ഉണ്ട്. ഫസ്റ്റ് ഡൈസ് റോൾ ചെയ്തപ്പോൾ, സെക്കൻഡ് ഡൈസ് റോൾ ചെയ്തപ്പോഴും എത്ര നിങ്ങൾക്ക് ഔട്ട്കംസ് ഉണ്ട്? 6 ഔട്ട്കംസ് ഉണ്ട്. സോ നിങ്ങൾ റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തുന്നത് 2 ഡൈസ് റോൾ ചെയ്യുന്നതായിട്ടാണ് നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 6 × 6 ആണ്. അത് 36 ഇവൻറ്റ്സ് ഔട്ട്കംസ് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പിൾ സ്പേസിൽ ടോട്ടൽ ആണ്. നേരത്തെ ഒരു ഡൈസ് റോൾ ചെയ്തപ്പോൾ നിങ്ങളുടെ സാമ്പിൾ സ്പേസിൽ 6 എലമെൻറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ, 1 2 3 4 5 6. ഓക്കെ, പക്ഷേ ഇവിടെ 2 ഡൈസ് റോൾ ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് 36 ഇവൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. 36 ടോട്ടൽ ഔട്ട്കംസ് നിങ്ങൾക്ക് കിട്ടും. അതങ്ങനെ നിങ്ങൾക്ക് എഴുതി വേണമെങ്കിൽ നോക്കാം. അതായത് ഇപ്പോൾ 1ഉം കിട്ടാം, 1ഉം 2ഉം കിട്ടാം, 1ഉം 2 3ഉം കിട്ടാം, 1 4 1 5 1 6. ഇനി അടുത്ത 2 1 2 2 2 6, ഇങ്ങനെ 6 1 6 2 6 6, ഇങ്ങനെ ഒരു 6/6 മാട്രിക്സ് അങ്ങനെ കിട്ടും. ഓക്കെ, 6/6 മാട്രിക്സിൽ ഒബ്വിയസ്ലി എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 6 × 6 എലമെൻറ്റ്സ് ഉണ്ട്. 6 റോസ് × 6 കോളംസ്. അപ്പോൾ അതിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സും കിട്ടും. ഇത് ഞാൻ ലീനിയർ ആൾജിബ്ര സീരീസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ നിങ്ങൾക്ക് 36 ഔട്ട്കംസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 36 ഔട്ട്കംസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ പ്രോബിലിറ്റിയിൽ നിന്ന് ഡയറക്റ്റ്ലി ചോദിക്കില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനൊക്കെ ആയിരിക്കും വരുന്നത്. ആപ്റ്റിറ്റ്യൂഡിൽ പ്രോബിലിറ്റി ഒരു പാർട്ടാണല്ലോ. ഓക്കെ, പക്ഷേ നിങ്ങളുടെ അക്കാഡമിക് എക്സാമിന് നിങ്ങൾ പേപ്പർ വൈസ് ആണല്ലോ എഴുതുന്നത്. അതായത് ഇപ്പോൾ മാത്സിന് ഒരു പ്രത്യേക ഡേ കാണുമല്ലോ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ 2 ഡൈസ് റോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രോബിലിറ്റി ഓഫ് സമ്മ് 7 വരുന്നത്, സമ്മ് 4 അല്ലെങ്കിൽ 5 വരുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരും. അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനൊരു ടേബിൾ നിങ്ങൾക്ക് തരാം. അതിൽ ഞാൻ സമ്മ് ഫേവറബിൾ ഇവൻറ്റ്സ്, ഇത് ഫേവറബിൾ ഇവൻറ്റ്സ് ആണ് കേട്ടോ. എൻ്റെ സ്പെല്ലിംഗ് ലെറ്റർ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. 2 3 4 5 6 7 8 11 12. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾക്ക് ഇത് വരച്ച് വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇത് സം എന്ന് പറയുന്നത് 2 3 4 അല്ലെങ്കിൽ കാരണം എന്താ വെച്ചാൽ മിനിമം സം, നിങ്ങൾ 2 ഡൈസ് റോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മിനിമം സം എന്ന് പറയുന്നത് എത്രയാണ്? 1 + 1 ആയിരിക്കും, 2 ആയിരിക്കും. ഓക്കെ, അതേപോലെ മാക്സിമം സം എന്ന് പറയുന്നത് 6 6 ആയിരിക്കും. എപ്പോഴും വലിയ 2 അവസാനം, അതായത് 2 വലിയ നമ്പർ, അതായത് 2 ഡൈസിലെ വലിയ നമ്പർ എന്ന് പറയുന്നത് 6 ആണല്ലോ. അപ്പോൾ 6ഉം 6ഉം വീഴുമ്പോഴല്ലേ നിങ്ങൾക്ക് സമ്മ് മാക്സിമം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റിൽ ഞാൻ 12 എഴുതിയത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സേ നിങ്ങൾക്ക് പിന്നെ സമ്മായിട്ട് കിട്ടത്തുള്ളൂ. അതായത് 2 3 4 5 6 7, അത് 1 ഒഴിച്ച് ബാക്കി നിങ്ങൾക്ക് ലോജിക്ക് ആലോചിച്ച് നോക്കാമെന്നേ ഉള്ളൂ.
2 3 4 5 6 7 8 9 10 11 12 ഇങ്ങനെ എഴുതി വയ്ക്കുക. പിന്നെ ഫേവറബിൾ ഇവൻറ്റ്സ് എഴുതുന്നത് ഒരു ട്രിക്കായിട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അതായത് 1 തുടങ്ങുക. 1 2 3 4 5 6. ഓക്കെ, ഒരു ഡൈസിൽ 6 ഫേസല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 6 വരെയുള്ള നമ്പർ ഫേവറബിൾ ഇവൻറ്റ്സിൽ 1 മുതൽ 6 വരെ എഴുതുക. അത് കഴിഞ്ഞിട്ട് 6 വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെഴുതുക. ഓക്കെ, 5 4 3 2 1. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഫേവറബിൾ ഇവൻറ്റ്സ്. അത് 2 കിട്ടാനുള്ള എത്ര ഫേവറബിൾ ഇവൻറ്റ്സ് ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. 3 കിട്ടാൻ നമുക്ക് എത്ര ഫേവറബിൾ ഇവൻറ്റ്സ് ഉണ്ട്? 2 ഉണ്ട്. അപ്പം പ്രോബബിലിറ്റി ഓഫ് സം ഈക്വൽ ടു 7 വരുന്ന പ്രോബബിലിറ്റി നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ സം ഈ ടേബിളിലുണ്ടെന്ന് നോക്കുക. ടേബിളിൽ സം 7 ഇവിടെയാണ് വരുന്നത്. ടോട്ടൽ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6 ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? രണ്ട് ഡൈസ് റോൾ ചെയ്തപ്പോൾ 6 ഇൻറ്റു 6 അല്ലേ, 36 ടോട്ടൽ ഔട്ട്കംസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ മെട്രിക്സ് നോക്കാം, ഉണ്ടോ? ഈ ഒരു മെട്രിക്സിൽ നിങ്ങൾക്ക് 36 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ 6 ഡിവൈഡ് ബൈ 36, 1/6. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പ്രോബബിലിറ്റി ഓഫ് നിങ്ങൾക്ക് സം 7 കിട്ടുന്ന പ്രോബബിലിറ്റിയാണ്. ഇപ്പോൾ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സം ഈക്വൽ ടു 4 അല്ലെങ്കിൽ 5. ഓക്കെ, ഈ ഓർ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക പ്രോബബിലിറ്റികൾ സം എടുക്കുക. പ്രോബബിലിറ്റി ഓഫ് 4 കണ്ടുപിടിക്കുക, അതായത് സം 4 കിട്ടുന്ന പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, സം 5 കിട്ടുന്ന പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, എന്നിട്ട് ആ 2 പ്രോബബിലിറ്റിയും കൂടെ ആഡ് ചെയ്യുക. അതാണ് ഈ ഓർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സം 4 കിട്ടുന്നത് 4 കിട്ടി. ഈ ടേബിൾ നോക്കിയാൽ 4 കിട്ടി. 4 ഡിവൈഡ് ബൈ 36. അതാണ് പ്രോബബിലിറ്റി ഓഫ് 4. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. നമ്മൾ ഓറിൻ്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രോബബിലിറ്റി ഓഫ് സം ഈക്വൽ ടു 4, അതായത് സം 4 വരുന്നത് 3 ഔട്ട്കംസ് ഫേവറബിൾ ഔട്ട്കംസ് ഉണ്ട്, 36. ഓക്കെ, അത് പ്രോബബിലിറ്റി ഓഫ് സം ഈക്വൽ ടു 5. സം ഈക്വൽ ടു 5 വരുന്നത് 5 സമ്മായിട്ട് വരുന്നത് ഇവിടെ 5 കൂടെയാണ് സമ്മായിട്ട് വരുന്നത്. 4 ഫേവറബിൾ ഇവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫേവറബിൾ 4 ഇവൻറ്റ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് 36. ഓക്കെ, എന്നിട്ട് നമ്മൾ സം ചെയ്യുക. 3 ഡിവൈഡ് ബൈ 36 പ്ലസ് 4 ഡിവൈഡ് ബൈ 36, 7 ഡിവൈഡ് ബൈ 36. ഇതാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്, പലതും ട്രൈ ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് സം ഗ്രേറ്റർ ദാൻ 8, സം പ്രൈം നമ്പർ ആവുന്നത് ഈ ഒരു സെറ്റിൽ നിന്ന് സം പ്രൈം നമ്പേഴ്സ് നിങ്ങൾ കണ്ടുപിടിച്ചെടുക്കുക. അതായത് 2 3 5 7 11. ഇതാണ് നിങ്ങളുടെ പ്രൈം നമ്പേഴ്സ്. ഓക്കെ, 2 3 5 7 or 11. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. അതായത് 2 കിട്ടുന്നത്, സം 2 കിട്ടുന്നത്, സം 3 കിട്ടുന്നത്, സം 7 കിട്ടുന്നത്, 11 കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, എന്നിട്ട് സം ചെയ്താൽ മാത്രം മതി. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പല ഇവൻറ്റ്സും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ 36 ഔട്ട്കംസ് ഉണ്ടല്ലോ, എന്തായാലും നമുക്ക് 36 ഔട്ട്കംസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഇവൻറ്റ്സ് ഫ്രം ദിസ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് 2 4 36 ആണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഇവൻറ്റ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി 3 ഡൈസ് റോൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റും ഉണ്ട്. അതിൻ്റെ ടേബിൾ കുറച്ചുകൂടെ ട്രക്കിയാണ് മനസ്സിലാക്കുക. അങ്ങനെ അതിന് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പക്ഷേ അതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വളരെ റെയറായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഈവൻ നിങ്ങൾക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ സാധാരണ ടീച്ചേഴ്സൊക്കെ നമ്മളോട് പറയുന്നത് സ്കിപ്പ് ചെയ്യാനാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ടേബിൾ അറിയാമെങ്കിൽ മാത്രം നിങ്ങൾ അത് ട്രൈ ചെയ്യുക. അത് ടേബിൾ ഓർത്ത് വയ്ക്കാനും കുറച്ച് പാടാണ്. കാരണം വെച്ചാൽ ഒന്നാമത് നിങ്ങൾ മറ്റ് സബ്ജക്ട്സ് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടി വരും. നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വയ്ക്കുക. ഞാൻ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ട് ആ ഒരു ടേബിളും കൂടെ നിങ്ങൾക്ക് തരാം. സോ നമ്മുടെ 2 ഡൈസ് റോൾ ചെയ്യുന്ന റാൻഡം എക്സ്പെരിമെൻറ്റിലെ ടോട്ടൽ ഇവൻറ്റ്സ് ആണ് ഞാൻ ഈ ഒരു മെട്രിക്സിനകത്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. സോ ഞാൻ ആ ടോട്ടൽ ഇവൻറ്റ്സ് ഞാൻ ഈ മെട്രിക്സിനകത്ത് എഴുതിയിട്ടുണ്ട്. ടോട്ടൽ 36 ഇവൻറ്റ്സ് ഉണ്ട്. ടോട്ടൽ ഔട്ട്കംസ് 36 ആണ്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ. ഓക്കെ, ഇതിനകത്ത് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം. അത് പ്രോബബിലിറ്റി ഓഫ് അതായത് നിങ്ങളുടെ ഫസ്റ്റ് ഡൈസിൽ നിന്ന് കിട്ടിയ നമ്പർ
x1 ലെസ് ദാൻ x2 ചാൻസ് എത്രയാണെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്ത് നമുക്ക് സ്റ്റെപ്പൊക്കെ എഴുതി കുറേ എണ്ണിയൊക്കെ നോക്കി കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം ഓർത്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു മെട്രിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഈ റെഡ് ലൈൻ വരച്ചിരിക്കുന്നത് ബേസിക്കലി ഈ മെട്രിക്സിൻ്റെ ഡയഗണലാണ്. ഇത് സ്ക്വയർ മെട്രിക്സ് ആണല്ലോ, 6 റോസും 6 കോളംസും ഉള്ള ഒരു മെട്രിക്സ് ആണ്. ഇതിൽ ഡയഗണൽ എലമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ x1ഉം ഈക്വൽ ടു x2 ആണ്. അത് എത്ര എണ്ണം ഉണ്ടാവും? ഒബ്വിയസ്ലി 6x6 മെട്രിക്സ് ആണ്. ഡയഗണൽ എലമെൻറ്റ്സ് എത്ര എണ്ണം ആണ്? 6 ആണ്. അതായത് x1 ഈക്വൽ ടു x1 എന്ന് പറയുന്നത് x2 എന്ന് പറയുന്നത് 6 എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, ഫേവറബിൾ ഔട്ട്കംസ് ഫോർ x1 ഈക്വൽ ടു x2, അത് ഫേവറബിൾ, അതിൻ്റെ കൗണ്ടാണ് 6. അതേപോലെ ഇതിൻ്റെ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് 36 ഔട്ട്കംസിൽ 6 ആൾറെഡി പോയി, ഇനി 30 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അതിനെ സ്പ്ലിറ്റ് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ 30യുടെ ഹാഫ് എന്ന് പറയുന്നത് 15 ആണ്, അതായത് 15. അപ്പം മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാ എലമെൻറ്റ്സും x1 ലെസ് ദാൻ x2 ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഞാനിവിടെ ഗ്രീൻ കളറിൽ എഴുതിയിട്ടുണ്ട്, x1 ലെസ് ദാൻ x2 ആണ്. ഇവിടെ x1 ഗ്രേറ്റർ ദാൻ, താഴേക്ക് ആ ഡയഗണലിൻ്റെ താഴേക്ക് x1 ആണ് വലുത്. ഓക്കെ, മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ x1 ലെസ് ദാൻ x2 ആണ്. അപ്പം നമ്മൾ 6 എലമെൻറ്റ്സ് ഡയഗണൽ എലമെൻറ്റ്സിൽ നിന്ന് മാറ്റി, ആ 6 എലമെൻറ്റ്സ് എന്താണ്? x1 ഈക്വൽ ടു x2 ആണ്. അപ്പം പ്രോബിലിറ്റി ഓഫ് x1 ലെസ് ദാൻ x2 എന്ന് പറയുന്നത് മേളിൽ എത്ര നമ്പേഴ്സ് വേണം? അതായത് 30യുടെ പാതി, അതായത് 15 ആണ്. 15 ഡിവൈഡഡ് ബൈ 36, ഇതാണ് പ്രോബിലിറ്റി ഓഫ് x1 ലെസ് ദാൻ x2. അതേപോലെ പ്രോബിലിറ്റി ഓഫ് x2 ലെസ് ദാൻ x1 എന്ന് പറയുന്നത് എന്താണ്? 15 ഡിവൈഡ് ബൈ 36 തന്നെയാണ്. ഓക്കെ, അതേപോലെ പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു x2 എന്താണ്? 6 ആണ്. നമുക്ക് 6 എലമെൻറ്റ്സ് അല്ലേ, 6 ഫേവറബിൾ ഔട്ട്കംസ് അല്ലേ ഉള്ളൂ. 6 ഡിവൈഡ് ബൈ 36 1/6 ആണ്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതായത് നിങ്ങൾക്ക് ഇത് സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 കണ്ടെയ്നർ ഉണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾ ഇമാജിനൊക്കെ ചെയ്യേണ്ടതാണ്. പ്രോബിലിറ്റിയിലെ മിക്ക ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരിക്കും. കുറച്ച് ഇമാജിനേഷൻ നിങ്ങൾ ഈ ഡ്രാ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം അങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. 2 കണ്ടെയ്നേഴ്സ് ഉണ്ട്. വിത്ത് 1 കണ്ടെയ്നിങ് 4 റെഡ് ആൻഡ് 3 റെഡ്. അതായത് 4 റെഡ്, ഒരെണ്ണം 4 റെഡ് ബാൾസും 3 ഗ്രീൻ ബാൾസും ഉണ്ട് അല്ലേ. ആൻഡ് അതർ കണ്ടെയ്നിങ് 3 ബ്ലൂ ആൻഡ് 4 ഗ്രീൻ ബാൾസ്. 1 ball is drawn at random from each container. The probability that നമ്മുടെ probability of 1 red and 1 blue. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്രോബിലിറ്റി. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആൻഡ് എന്ന് പറയുന്ന സിമ്പലാണ്. ആൻഡ് ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ സം അല്ല ചെയ്യേണ്ട, ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. ആൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾ ഇൻറ്റു തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി ഓഫ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. പ്രോബിലിറ്റി ഓഫ് 1 റെഡ്, പ്രോബിലിറ്റി ഓഫ് റെഡ്. ഇപ്പോൾ പ്രോബിലിറ്റി ഓഫ് റെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഇവിടെ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റെഡ് ബോൾ ഫസ്റ്റ് കണ്ടെയ്നറിനകത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ റെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 4 റെഡ് ബോൾസ് അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 4 തന്നെയാണ്. അതിനകത്തുള്ള ടോട്ടൽ ഔട്ട്കംസ് എന്താണ്? 4 + 3 7. അതേപോലെ പ്രോബിലിറ്റി ഓഫ് ബ്ലൂ ബോൾ കിട്ടുക. ബ്ലൂ എന്ന് പറയുന്ന ബോൾസ് സെക്കൻഡ് കണ്ടെയ്നറിനകത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഫേവറബിൾ ഔട്ട്കംസ് 3 ആണ്. അവിടെയും ടോട്ടൽ നമ്പർ 7 തന്നെയാണ്. ഓക്കെ, അപ്പം രണ്ടിൻ്റെ പ്രോബിലിറ്റി കിട്ടി 4/7 ഇൻറ്റു 3/7. പ്രോബിലിറ്റി ഓഫ് 1 റെഡ് ആൻഡ് 1 ബ്ലൂ ബോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റു ചെയ്യുക. 4 × 3 12 49. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അതായത് ഇവിടെ തന്നിട്ടുള്ള ഒരു ബോക്സ് 1 കണ്ടെയ്ൻസ് 3, 6, 9, 12 ആണ് കേട്ടോ, ആൻഡ് 15. ബോക്സ് 2 കണ്ടെയ്ൻസ് ചിപ്സ് നമ്പേർഡ് 6, 11, 16, 21 ആൻഡ് 26. 2 chips, 1 from each box are drawn at random.
the numbers written on these chips are multiplied. The probability for the product to be an even number is. അതായത് നമുക്ക് രണ്ട് ബോക്സ് ഉണ്ട്. ബോക്സ് ആദ്യത്തെ ബോക്സിൽ 3, 6, 9, 12 ആൻഡ് 15 എന്ന് പറയുന്ന എന്നീ നമ്പറുകൾ ഒട്ടിച്ചിട്ടുള്ള കുറേ ചിപ്സ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ബോക്സ് 2-ൽ 6, 11, 16, 21 ആൻഡ് 26 നമ്പർ വെച്ചിട്ടുള്ള കുറേ ചിപ്സാണ് വെച്ചിട്ടുള്ളത്. അതായത് 2 ചിപ്സ് അതായത് എന്നിട്ട് ഈ രണ്ട് പെട്ടിയിൽ നിന്ന് ഓരോ ചിപ്സ് വീതം റാൻഡമായിട്ട് ചൂസ് ചെയ്യുകയാണ്. അതാണ് നമ്മുടെ ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെൻറ്റ്. എന്നിട്ട് ആ ചിപ്സ് റാൻഡമായിട്ട് ചൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ കിട്ടിയ നമ്പേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ദ പ്രോബിലിറ്റി ഫോർ ദ പ്രോഡക്റ്റ് ടു ബി ആൻ ഈവൻ നമ്പർ. എന്നിട്ട് ആ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാര്യമുണ്ട്. അതായത് ഇതിനകത്ത് ഈ നമ്പറുകൾ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഒരൊറ്റ എൻറ്റിറ്റിയാണ്. ഇതെല്ലാം ഓരോ ചിപ്സാണ്. ഓക്കെ, ഓരോ ചിപ്സാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ അതിനകത്ത് 21 ചിപ്സ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ ഒരു നമ്പർ നോക്കുമ്പോൾ 16 എന്ന് പറയുന്ന ചിപ്സ് 16 നമ്പർ ഓഫ് ചിപ്സ് ഉണ്ടെന്നോ അങ്ങനെയല്ല. 16 എന്ന് പറയുന്ന ഒരു ചിപ്പാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ചിപ്സ് എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ ഇതിനകത്തും 5 എണ്ണം ഉണ്ട്, ഇതിനകത്തും 5 എണ്ണം. ഒരു ചിപ്പ് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര വഴികളുണ്ട്. അതായത് നിങ്ങൾ ബേസിക്കലി നിങ്ങൾക്ക് പ്രോബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് വേണം, അല്ലേ? അതായത് പ്രോബിലിറ്റി അങ്ങനെയാണല്ലോ ഇപ്പോൾ നിങ്ങളുടെ ഫോർമുല. അതായത് ഫേവറബിൾ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് ആൻ ഇവൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് ദ റാൻഡം എക്സ്പെരിമെൻറ്റ്. അതാണല്ലോ നമ്മുടെ പ്രോബിലിറ്റിയുടെ ബേസിക് ഫോർമുല. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് വേണം എന്തായാലും. ഈ രണ്ട് ബോക്സിൽ നിന്ന് ഒരു ചിപ്പ് സെലക്ട് ചെയ്യാൻ എത്ര വേസ് ഉണ്ട്, എത്ര ടോട്ടൽ വേസ് ഉണ്ട്, ഒരു ചിപ്പ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 5 വേസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ചിപ്പ് സെലക്ട് ചെയ്യാതെ ഒന്നല്ലെങ്കിൽ 3 എടുക്കാം, അല്ലെങ്കിൽ 6 എടുക്കാം, അല്ലെങ്കിൽ 9 എടുക്കാം, അല്ലെങ്കിൽ 12 എടുക്കാം, അല്ലെങ്കിൽ 15 എടുക്കാം. 5 വഴികളുണ്ട് ഒരു ചിപ്പ് സെലക്ട് ചെയ്യാൻ വേണ്ടി. അതേപോലെ ഈ ബോക്സിൽ നിന്നും നിങ്ങൾക്ക് 26 എടുക്കാം, 21 എടുക്കാം, 16 എടുക്കാം, 11 എടുക്കാം, 15 എടുക്കാം. അതിനകത്ത് 5 വേസ് ഉണ്ട്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് 5 × 5 ആണ്. അതായത് 25 വേസ് നിങ്ങൾക്ക് ഒരു ചിപ്പ് ഈ രണ്ട് ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡൈസ് 2 ഡൈസ് റോൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ഇല്ലേ, അതുമായിട്ട് റിലേറ്റ് ചെയ്യാം. അതിൽ നിങ്ങൾ 2 ഡൈസ് റോൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ഇവൻറ്റ്സ് എത്ര കിട്ടി? 36 ഇവൻറ്റ്സ് കിട്ടി. അതുപോലെ തന്നെയാണ് ഇവിടെ ഡൈസ് റോൾ ചെയ്യുന്നതിന് പകരം പെട്ടിയിൽ നിന്ന് ചിപ്സ് എടുക്കുന്നു, ഓരോ നമ്പർ അടങ്ങിയിട്ടുള്ള ചിപ്സ് എടുക്കുന്നു. അതായത് ഒരു പെട്ടിയിൽ 5 ചിപ്സ് ഉണ്ട്, മറ്റേ പെട്ടിയിൽ 5 ചിപ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എത്രയാണ്? 25 വേസ്. 25 ഔട്ട്കംസ് ടോട്ടലായിട്ട് നിങ്ങൾക്കുണ്ട്. നമുക്ക് പ്രോഡക്റ്റ് ഈക്വൽ ടു ഈവൻ ഒന്ന് കണ്ടുപിടിക്കേണ്ട. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഡ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് പ്രോബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഈസ് ഓഡ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഓഡ് നമ്പർ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? അതായത് ഒരു 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ ഓഡ് ആവാനുള്ള ചാൻസ് എത്രയാണ്? അതായത് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഓഡ് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഡ് നമ്പർ തന്നെ കിട്ടും. ഓക്കെ, അതായത് ഓഡിൻ്റെ ഓടെന്ന് പറയുന്നത് ഓഡ് നമ്പർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് അപ്പോൾ ഞാൻ പ്രോബിലിറ്റി ഓഫ് ഓഡ് നമ്പറാണ് പ്രോബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഓഡ് നമ്പർ. ഓക്കെ, എൻ്റെ റൈറ്റിംഗ് ഒന്ന് കുഴപ്പമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. പ്രോബിലിറ്റി ഓഫ് ഓഡ് ഞാൻ കണ്ടുപിടിക്കും. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഓഡ്, അപ്പോൾ ഇതിൽ നിന്ന് ഓഡ് നമ്പർ കിട്ടാനുള്ള ഫസ്റ്റ് ഇതിൽ നിന്ന് എനിക്ക് ഓഡ് നമ്പർ കിട്ടാനുള്ള എന്താണ്? ഇതിൽ ഓഡ് നമ്പർ ഏതൊക്കെയാണ്? 3ഉം 9ഉം 15ആണ് ഓഡ് നമ്പർ. അതായത് 3/5 ആണ്. 3/5 ഫ്രം ഫസ്റ്റ് ബോക്സ് ഇൻറ്റു സെക്കൻഡ് ബോക്സിൽ നിന്ന് ഓഡ് നമ്പർ എത്രയൊക്കെയാണ്? 11, 21. ഓക്കെ, രണ്ട് ഇവൻ്റേ ഉള്ളൂ, 11ഉം 21 മാത്രമേ ഉള്ളൂ. 2/5. അപ്പം ഇതെന്ന് പറയുന്നത് 6/25 ആണ്. പ്രോഡക്റ്റ് ഓഫ് ഓഡ് നമ്പർ എന്ന് പറയാം, അതായത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ ആസ് പ്രോഡക്റ്റ്. ഈ രണ്ട് പെട്ടിയിൽ നിന്ന് നിങ്ങൾ ഓരോ ചിപ്സ് എടുത്തിട്ട് ആ ചിപ്സിൻ്റെ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് നിങ്ങളിവിടെ കണ്ടുപിടിച്ചത്. ഓക്കെ, പക്ഷേ ഇതല്ലല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം
നമുക്ക് ഈവൻ നമ്പർ കിട്ടുന്ന പ്രോബിലിറ്റിയാണ് നമുക്ക് വേണ്ട. പ്രോബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഈസ് ഈവൻ. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഈസ് ഈവൻ എന്ന് പറയുന്നത് 1 - പ്രോബിലിറ്റി ഓഫ് ഓഡ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഇത് അതായത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പോയിൻറ്റ്സിൽ പറഞ്ഞതാണ്. അതായത് പ്രോബിലിറ്റിയുടെ വാല്യൂ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 0യും 1നും ഇടയിലുള്ള ഒരു നമ്പറാണ്. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്, അതായത് എ അല്ലാത്തത്, അതിനെയാണ് നമ്മൾ എ കോംപ്ലിമെൻ്റ് എന്ന്. പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 - പ്രോബിലിറ്റി ഓഫ് എ ആണ്. അതേപോലെ പ്രോബിലിറ്റി ഓഫ് എ കിട്ടണമെങ്കിൽ 1 - പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് ചെയ്താൽ നിങ്ങൾക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 1 - പ്രോബിലിറ്റി ഓഫ് കിട്ടും. പ്രോബിലിറ്റി ഓഫ് ഓഡ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണുള്ളത്? പ്രോബിലിറ്റി ഓഫ് ഈവൻ ആയിരിക്കും. അപ്പം 1 - 6/25 ചെയ്ത് കഴിഞ്ഞാൽ 19/25 എന്ന് പറഞ്ഞ് വരും. ഇതാണ് നിങ്ങൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഈവൻ നമ്പർ. സോ ബേസിക്കലി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഐഡിയയിലാണ്. ഓക്കെ, ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ചിപ്സാണ്, ജസ്റ്റ് ഒരു ഐറ്റമാണ്. ഈ 3 എന്ന് പറയുന്നത് ഒരൊറ്റ ഐറ്റം ആയിട്ടാണ് ഇവിടെ കാണേണ്ടത്. ഓക്കെ, ആ ഒരു സ്റ്റെപ്പിൽ മാത്രമേ. ബാക്കി എല്ലാ ഇതും സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നിങ്ങൾ ഈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് കണ്ടുപിടിക്കുന്നത് ബേസിക്കലി നിങ്ങളുടെ ഡൈസ് റോൾ ചെയ്യുന്ന എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാണ്. 25 വേസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈവൻ നമ്പർ കിട്ടുന്ന പ്രോബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് എഴുതി കണ്ടുപിടിക്കാം കേട്ടോ. ഓരോ നമ്പേഴ്സും എടുത്ത് ആക്റ്റ് നമ്പറിൻ്റെ അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഈവൻ നമ്പർ ആണെന്ന് കിട്ടുക. അങ്ങനെ കൗണ്ട് ചെയ്ത് ഫേവറബിൾ നമ്പർ ഓഫ് ഔട്ട്കംസ് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനേക്കാളും അങ്ങനെ നിങ്ങൾ ഫേവറബിൾ ഔട്ട്കംസ് എത്ര എണ്ണം വരും? 19 എണ്ണം വരും. ഓക്കെ, അതിന് പകരമാണ് നമ്മൾ ഓഡ് നമ്പേഴ്സ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് വേണം അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ടോപ്പിക്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പ്രോബ്ലംസ് വെച്ചൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ ടേക്ക് കെയർ, ബൈ.